പയ്യൻ ഫോണിന് വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ആ പയ്യൻ ഫോണിന് വേണ്ടി ഭയങ്കര കരച്ചിലാണ്. ഈ പയ്യൻ കരയണ കണ്ട് ഇയാളുടെ അച്ഛൻ, ഈ പയ്യൻ്റെ അച്ഛനും കരയാൻ തുടങ്ങി. ആ പയ്യൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് പതുക്കെ വെള്ളം വരാൻ തുടങ്ങി ഈ പയ്യൻ കരയണ കണ്ടിട്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് പയ്യൻ്റെ അമ്മൂമ്മ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മ ഇങ്ങനെ പതുക്കെ നടന്നു വന്നിട്ട് പറയുവാണ്, ഇവൻ ജനിച്ചതോടെ തുടങ്ങി അവൻ്റെ കഷ്ടകാലം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മകൻ്റെ കഷ്ടകാലം, അതായത് ആ പയ്യൻ്റെ അച്ഛൻ്റെ കഷ്ടകാലം ആ പയ്യൻ ജനിച്ചതോടെ തുടങ്ങിയെന്ന് പറയുവാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ആ പയ്യനിത് കേൾക്കുക. ആ പയ്യൻ പുറത്തുനിന്ന് കരഞ്ഞിട്ടിരിക്കുക. ആ പയ്യന് പുതിയ ഫോൺ വേണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ്റെ കയ്യിൽ ഫോൺ വാങ്ങാൻ പൈസ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം അച്ഛൻ കരയുവാണ്. അച്ഛൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് അമ്മൂമ്മക്ക് കണ്ടിട്ട് സഹിച്ചില്ല. അമ്മൂമ്മ പറയുവാണ്, ഈ പയ്യൻ ഇവൻ ജനിച്ചെന്ന് തുടങ്ങിയാണ് അവൻ്റെ ശകുരം. ഇത് കേൾക്കുന്ന ഒരാളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇത് കേട്ടിട്ട് ഈ പയ്യൻ 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആ പയ്യൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യൻ ഇത് കേൾക്കുവാണ്. അപ്പോൾ തന്നെ ചിന്തിക്കുവാണ്, പുള്ളി ജനിച്ചപ്പോൾ ആ പയ്യൻ എന്ന് വെച്ചാൽ മീൻസ് ഞാൻ ജനിച്ചപ്പോൾ ഇതിലാണോ എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ആ പയ്യൻ്റെ മനസ്സ്, ആ ഫോൺ ആഗ്രഹിച്ച ആ പയ്യൻ ഫോൺ വേണ്ട, ഇതെന്ത് മനസ്സ് ഫുള്ളായിട്ട് പുള്ളിക്കാരനെ ഡൗൺ ആയി പോവാണ്. അങ്ങനെ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ അമ്മൂമ്മേനോട് ആ പയ്യൻ പിന്നീട് മിണ്ടാതായി. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി ആ പയ്യൻ ആ അമ്മൂമ്മേനോട് മിണ്ടാതായി. ഒരു ദിവസം പെരുന്നാളിന് പൈസ കൊടുക്കുമല്ലോ, വിഷു കൈനീട്ടം കൊടുക്കുന്നല്ലോ, പെരുന്നാളിന് പൈസ കൊടുക്കാൻ വേണ്ടി അമ്മൂമ്മ 50 രൂപ ഇങ്ങനെ എടുത്ത് വെച്ച് നീട്ടിയപ്പോൾ ആ പയ്യൻ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് അങ്ങനെ പോയി കളഞ്ഞ്. ആ പയ്യനത് മുറിവേറ്റ് പോയി. കാരണം ആ പയ്യൻ്റെ മനസ്സിലത് ആഴത്തിൽ ഇറങ്ങിപ്പോയി. കാരണം സ്വന്തം മകൻ ജനിച്ചുകൊണ്ടാണ് പിന്നീട് ആ അച്ഛൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്നൊരു മകൻ കേൾക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ, ആ ഒരിത്. പിന്നെ ആ പയ്യന് ആ അമ്മൂമ്മേനോട് മിണ്ടണമെന്നുണ്ടായിരുന്നു. അമ്മൂമ്മേനോട് ആ പയ്യന് മിണ്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ പയ്യൻ്റെ ഈഗോയും പിന്നെ ആദ്യം ആരും മിണ്ടും എന്നുള്ള ആ ഒരു ഇതും അങ്ങനെ ആ ഒരു രീതിയിൽ പിന്നെ കടന്നുപോയി. 2-3 വർഷമായി. കുറേ ബന്ധുക്കളും പറഞ്ഞു, വീട്ടുകാരും പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു, ഫ്രണ്ട്സും പറഞ്ഞു, എല്ലാവരും മരിച്ചു പോകണ മനുഷ്യരല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പ്രായമായ മരിച്ചു പോകണ മനുഷ്യരല്ലേ, അപ്പോൾ നമ്മളായാലും ആരായാലും എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് മിണ്ടണം, നമ്മളെന്തായാലും മിണ്ടണമെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം അത് സംഭവിച്ചു. ഇതിൻ്റെ 2ാമത്തെ പാർട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. 2ാമത്തെ പാർട്ട് സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ 2ാമത്തെ പാർട്ട് സ്റ്റോറി ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ സ്റ്റോറിയാണ്. ഞാൻ ഗ്ലാസ് വെച്ചിട്ടിരിക്കുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ പറ, പിന്നീട് എന്ത് സംഭവിച്ചു.